യെശയ്യാ 59:1-2 വാക്യങ്ങളിൽ ഇപ്രകാരം അരുൾ ചെയ്യുന്നു: രക്ഷിക്കാനാകാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. ആയതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ കരം ശക്തമാണ്. ഈ ലോകത്തെ എല്ലാ മനുഷ്യരുടെയും നിലവിളി കേൾക്കുവാൻ ദൈവമെന്നും കാതോർത്തിരിക്കും. എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും, എത്ര നിലവിളിച്ച് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടും, എത്ര ഉപവസിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്ത ദൈവമാണോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ നിന്നിൽ നിന്നും ദൈവത്തെ അകറ്റിയ നിന്റെ അകൃത്യങ്ങളെ നീ തിരുമുൻപിൽ സമർപ്പിക്കുക. ദൈവത്തിൽ നിന്നും നിന്നെ അകറ്റി ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധന ചങ്ങലകളെ അഴിക്കുന്ന ഈ ലോകത്തിലെ ഏക രക്ഷകൻ യേശു ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ മുൻപിൽ നിന്റെ പാപങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുനീരോടെ അനുതപിച്ച് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്റെ നിലവിളി കേട്ട് നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. ഇതാ നിന്നെ ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധനക്കെട്ടുകളെ അടിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നീ പൂർണ്ണമായി നിന്നെ സമർപ്പിച്ചുകൊണ്ട് വന്നുപോയ പാപങ്ങളെയും അപരാധങ്ങളെയും സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുക. ദാ യേശുനാഥൻ വിശുദ്ധ യോഹന്നാൻ 16:9 പറഞ്ഞു: അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച്. ക്രിസ്തുവിൽ വിശ്വാസം, പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നില്ല എങ്കിൽ അത് പാപമാണെന്ന് കർത്താവായ യേശു വിശുദ്ധ യോഹന്നാനിൻ്റെ സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തി. ഈ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇതാ യേശുവാണ് ഏക രക്ഷകനെന്ന ഉറച്ച ബോധ്യത്തോടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ മുൻപിൽ നീ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. നിന്റെ പാപങ്ങളെ സമർപ്പിച്ച് അനുതപിച്ച് കണ്ണുനീരൊഴുക്കുക. അവിടുന്ന് നിന്നെ രക്ഷിക്കും.